ഓസ്മോ ഓണാക്കി മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന എറർ, അതായത് ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു എറർ, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെഡിയാക്കാനുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ സെറ്റ് മൊത്തത്തിലായിട്ട് സെറ്റും മെമ്മറി കാർഡും ആയിട്ട് ഫോർമാറ്റ് ആകും. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ആ എറർ പിന്നെ വരത്തില്ല. ഇനി എന്താക്കുക, നമുക്ക് ബാക്ക് അടിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ കിട്ടുന്നുണ്ടോ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ റെക്കോർഡ് ബട്ടൺ അടിക്കുന്ന സമയത്ത് ഒരു എറർ മെസ്സേജ് കൂടി കാണാം, SD കാർഡ് സ്പീഡ് സ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും SD കാർഡ് ഒരു ക്യാമറയിലേക്ക് ഇടുമ്പോൾ അത്രയും ഹൈ ക്വാളിറ്റി SD കാർഡ് ഇടുക, അതേപോലെ ഹൈ പെർഫോമൻസ് തരുന്ന, ഹൈ സ്പീഡ് തരുന്ന, ഡാറ്റ ട്രാൻസ്ഫർ, റീഡ് ആൻഡ് റൈറ്റ് നല്ല സ്പീഡ് കിട്ടുന്നൊരു മെമ്മറി കാർഡ് വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഈ SD കാർഡ് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ എന്താണ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റെക്കോർഡ് ബട്ടൺ നിൽക്കിയ സമയത്ത് ഇവിടെ ടോപ്പിൽ കാണാം 11, 12, 13 പറഞ്ഞിട്ട് സെക്കൻഡ്സുകൾ ഒരു റെഡ് ബോക്സിൽ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ആവുന്നുണ്ടെന്നാണ് അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസ് കാര്യങ്ങൾ ഇതിൽ ലോഡ് ആയിക്കണമല്ലോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 2 വീഡിയോസ് കാര്യങ്ങൾ ഇതിൽ ലോഡായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, SD കാർഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പോൾ അത് മനസ്സിലായില്ലേ, ഈ എറർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.